അസ്സലാമലൈക്കും. ഈ റമദാൻ മാസത്തിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമ്മാനമാണ് ഫ്രൈഡ് ഡ്രസ്സ്. അത് സ്വന്തമായി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും സന്തോഷമായിരിക്കും. എന്നാൽ ഏറ്റവും ഈസിയായ ഒരു ഫ്രൈഡ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 മീറ്ററിൻ്റെ ഒരു നൈറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണാൻ ശ്രമിക്കണം കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഏത് പ്രായത്തിലുള്ളവരുടെ ഫ്രൈഡ് ഡ്രസ്സും ഈസിയായി തയ്ക്കാവുന്നതാണ്. എൻ്റെ ക്ലോത്തിൻ്റെ വീതി വരുന്നത് 36 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്ക് 5 വയസ്സായതുകൊണ്ട് അവൾക്ക് അത്രയും വീതിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ മോളെ സൈസിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ വീതി വേണ്ടത് ആ വീതിയിൽ നമ്മൾ ക്ലോത്ത് മടക്കിയിടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 26 വീതിയിലാണ് ഇപ്പോൾ ക്ലോത്ത് മടക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വീതി വേണ്ടത് അത് മടക്കിയിടാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ടൈപ്പ് ഫ്രൈഡ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഫ്രണ്ട് പീസ് വേറെ ബാക്ക് പീസ് വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് പീസ് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. ഷോൾഡർ മുതൽ താഴെ വരെ, അതായത് നിലം മുട്ടുന്ന രീതിയിൽ വേണം ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 26 വീതിയിലും 36 ലെങ്ത്തിലുള്ള ഫ്രണ്ട് പീസാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ബാക്ക് പീസിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കുന്നതിനെക്കാട്ടി കുറച്ച് എക്സ്ട്രാ വേണം കേട്ടോ ബാക്ക് പീസ് എടുക്കാൻ. കാരണം നമുക്ക് അതിൽ മുഖമക്കനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അറ്റാച്ച് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് എടുക്കേണ്ടി വരും. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നിങ്ങൾ എത്രയാണോ വീതി എടുക്കുന്നത്, ക്ലോത്തിനനുസരിച്ച് എത്രയാണോ വീതി എടുക്കുന്നത് അതിൻ്റെ നേർ പകുതി അതിനോട് കൂടി നിങ്ങൾ ഫ്രണ്ട് പീസ് എത്ര ലെങ്ത്തിലാണോ കട്ട് ചെയ്ത് ആ ലെങ്ത്ത് കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന ലെങ്ത് ആയിരിക്കും നമ്മൾ ബാക്ക് പീസിനായിട്ട് എടുക്കുന്നത് കേട്ടോ. അതായത് ഞാൻ എടുത്തിട്ടുള്ള വീതി എന്ന് പറഞ്ഞാൽ 26, അതിൻ്റെ നേർ പകുതിയോട് കൂടെ 36 ഫ്രണ്ട് ലെങ്ത്ത് കൂട്ടുമ്പോൾ എനിക്ക് 49 ആണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ബാക്ക് പീസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 49 ഇഞ്ചാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള വീതിയിൽ നമ്മൾ മടക്കി ബാക്കി ഭാഗം മുറിച്ച് മാറ്റുന്നുണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് സ്ലീവിനുള്ള പീസൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം. ബാക്കി വന്നിട്ടുള്ള ക്ലോത്ത് ഞാനിതാ രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട വീതി എത്രയാണെന്ന് വെച്ചാൽ അതും നീളം എത്രയാണെന്ന് വെച്ചാൽ അതും അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് അതിൽ നിന്ന് 2 പീസ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. 6.5 ഇഞ്ച് വീതിയിലും 13 ഇഞ്ച് ലെങ്ത്തിലുമാണ് കേട്ടോ ഞാൻ സ്ലീവുകൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ അലാസ്റ്റിക്കും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ ഞാൻ ഒരു 24 ലെങ്ത്തിൽ ഒരു ഹെഡ് ബാൻഡ് ചെയ്യാനായിട്ട് ഒരു പീസും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മുഖമക്കന വരുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സെക്യൂർ ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ കട്ടിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ലേസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് കൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ആദ്യം ഇതാ നമുക്ക് ബാക്ക് പീസ് ഒന്ന് ഇങ്ങനെ നിർത്തിയിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അരികുവശം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ 2 എൻഡും നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി നോക്കാം കേട്ടോ. ഇതാണ് മുഖമക്കനായി വരുന്ന ഭാഗം. ഇതേ മടക്കുമ്പോൾ കണ്ടില്ലേ കറക്റ്റ് നമുക്കൊരു ട്രയാങ്കിളായി കിട്ടും കേട്ടോ. ഇതിപ്പോൾ നല്ല വശമാണല്ലോ, ഇതൊന്ന് മറിച്ച് നമുക്ക് ബാക്ക് സൈഡ് എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഇങ്ങനെ മടക്കി കൊടുത്ത് നമ്മുടെ മുഖത്തിൻ്റെ അളവിൽ നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. ഞാൻ എടുത്തിട്ടുള്ള അളവെന്ന് പറയുന്നത് 8.5 ആണ്. നിങ്ങൾക്ക് എത്രയാണ് മുഖത്തിൻ്റെ റൗണ്ട് വരുന്നതെന്ന് വെച്ചാൽ അത് വേണ്ടിട്ട് അവിടെ അടയാളപ്പെടുത്താനായിട്ട്. പിന്നെ ഞാനൊരു 4 ഇഞ്ചിൽ കൂടെ അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അത് എനിക്ക് അവിടെ അലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയതിന് താഴെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് മുഖത്തിൻ്റെ റൗണ്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഷേപ്പായിട്ടുണ്ടായിരിക്കുക. ഇനി ഈ ബാക്ക് പീസിനോട് കൂടി നമ്മുടെ ഫ്രണ്ട് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ലൈൻ ഇങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ലൈസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും നമ്മുടെ ഫ്രൈഡ് ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് നമ്മളിതാ ഫ്രൈഡ് ഡ്രസ്സിൻ്റെ സ്ലീവ് എങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. നമ്മളിപ്പോൾ 2 ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ ജോയിൻറ്റ് ചെയ്തല്ലോ. അത് നമ്മളവിടെ ലൈസൊക്കെ വെച്ച് കൊടുത്തില്ലേ, അതിൻ്റെ ആ എൻഡ് വശത്ത് അവിടെ ആയിട്ടായിരിക്കും കേട്ടോ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടത്.
നമ്മുടെ സ്ലീവിൻ്റെ പീസ് എടുത്തിട്ട് നമ്മുടെ അതിൻ്റെ സെൻറ്റർ ആ ലേസ് വരുന്നതിൻ്റെ എൻഡിൽ അങ്ങനെ വെച്ചിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ എൻഡ് ആദ്യം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് അലാസ്റ്റിക് വെക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ വീതിയിൽ വേണം ഒന്ന് മടക്കി അടിക്കാനായിട്ട്. അതിന് ശേഷം അതിൽ നമുക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 2 സ്ലീവും ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാനിതാ അതിൻ്റെ എൻഡിൽ ഒരു ലൈസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു സ്ലീവ് കാണാനായിട്ട്. ഇനി ഈ സ്ലീവുകൾ നമുക്ക് നമ്മുടെ പ്രയർ ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അങ്ങനെ ഇതാ 2 സ്ലീവ് ഞാനിതിൽ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. താഴെ അടിവശം ഒന്ന് മടക്കി തയ്ക്കാനായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഹെഡ് ബാൻഡ് കൂടെ ഒന്ന് ആ മുഖമക്കനയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അവിടെ ഇതുപോലെ ഞാൻ ലേസും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇത് ലേസും കൂടെ വെച്ചപ്പോൾ നമ്മുടെ മുഖമക്കനയുടെ ഭാഗം കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ള ബാക്കി ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ പ്രയർ ഡ്രസ്സ് ഇതാ റെഡി ആയിട്ടുണ്ട്. അധികം കട്ടിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരുന്നില്ല കേട്ടോ. ഈസി ആയിട്ട് ആർക്കും, പുതിയ തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് പ്രയർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.